വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. ഞാൻ സോബി. ട്രേഡിംഗ് സെക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈസ് ആക്ഷൻ സീരീസ് എന്ന വീഡിയോ സെഷനാണ് അല്ലേ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒത്തിരിയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, പ്രൈസിൻ്റെ ആക്ഷൻ എങ്ങോട്ടാണ് നെക്സ്റ്റ് ഇനി മൂവ് ചെയ്യാൻ പോകുന്നത്, ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചെറിയ ട്രേഡിംഗ് സെറ്റപ്പ് ആണെങ്കിൽ പോലും നമ്മൾ പ്രൈസിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു എക്സ്പെക്റ്റഡ് ഡയറക്ഷൻ നമുക്ക് വേണമല്ലോ. അതായത് ഒരു ഡയറക്ഷണൽ വ്യൂ പോയിന്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ നമ്മളുടെ എൻട്രി പോയിന്റ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഈ മാർക്കറ്റ് ഈ പ്രൈസ് ആക്ഷനിലെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതായത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് എല്ലാവരെയും ലിക്വിഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രൈസ് ആക്ഷൻ്റെ ഒരു ഏരിയയിൽ നിന്ന് നമ്മളൊരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു, അല്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നു. എൻ നമ്പർ ഓഫ് കൺസെപ്റ്റ്സ് അല്ലേ. അല്ലെങ്കിൽ ഫിബ് റിട്രേസ്മെൻറ്റ് വരച്ച് നോക്കുന്നു, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പിവോട്ട് ഇട്ടിട്ട് നോക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്ന് എല്ലാം എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നു. ആക്ച്വലി ആത്യന്തികമായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. അപ്പം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പം ട്രേഡിംഗ് റിലേറ്റഡ് അല്ല, അല്ലെങ്കിൽ ഡേ ട്രേഡിങ്ങിനുമായിട്ട് ഇത് ഉപകരിക്കാൻ പോകുന്നില്ല എന്ന് വിചാരിക്കരുത്. പ്രൈസിന്റെ ആക്ഷൻ നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും യു ടേക്ക് ആൻ എൻട്രി ഫ്രം ആൻ ഏരിയ വേർ ദർ ആർ നോബഡി. അണ്ടർസ്റ്റുഡ്? അതായിരിക്കണം നമ്മുടെ എൻട്രി പ്ലേസ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ അതാണ് ഇന്നത്തെ ലെക്ചറിന്റെ കാതലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. യു ടേക്ക് ആൻ എൻട്രി, നിങ്ങൾ ഒരു എൻട്രി എടുക്കുന്നത് അവിടെ ആരും ഇല്ലാതിരിക്കുന്ന ഒരു ഏരിയയിലായിരിക്കണം നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് അത് പോസിബിൾ ആകുന്നത്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നൗ ഇപ്പം നമുക്ക് ഇത് ചാർട്ടിൽ ഏത് സ്റ്റോക്സിൽ ഇനി നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റ് എവിടെ വേണേലും നമുക്കിത് ഇത് നോക്കാവുന്നതാണ്, കണ്ടുപിടിക്കാവുന്നതാണ്. നൗ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ഇവിടെ നമ്മളിവിടെ നോക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ക്രൂഡ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിന് കണ്ടമാന റെസ്ട്രിക്ഷൻസ് ആണ്. അത് ചാർട്ട് എടുക്കാൻ പാടില്ല, ഇത് എടുക്കാൻ പാടില്ല, അവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നം, ഇവിടെ റെഡ് ക്യാൻഡിൽ കണ്ടാൽ പ്രശ്നം, അങ്ങനെയെല്ലാം പ്രശ്നമാണ്. അപ്പോൾ പ്രശ്നമില്ലാത്ത അമേരിക്കയിലോട്ട് പോയിട്ട് നമുക്ക് അവിടുത്തെ ചാർട്ടിൽ എങ്ങനെയാണിത് വരുന്നതെന്ന് നോക്കാം. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കുന്നത് പ്രൈസിൻ്റെ ആക്ഷൻ എങ്ങനെയാണ് ഒരു നദി പോലെ ഒഴുകുന്നത്. ആ നദിയുടെ ഒഴുക്കിൽ നമ്മൾ ചുഴിയിൽപ്പെടാതെ എവിടെ എൻട്രിക്ക് വേണ്ടി കയറാൻ പറ്റണം. ദാറ്റ്സ് ഓൾ യു നീഡ് അല്ലേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആരും പറയാത്ത ഐഡിയ, ഓൺലി ത്രൂ ട്രേഡിംഗ് സീക്രട്സ്. ആൻഡ് വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. നമ്മൾ ഇന്ന് പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നു. ഇനി നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോൾ 15 മിനിറ്റിൻ്റെ സെറ്റപ്പിലേക്ക് നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കാം. 15 മിനിറ്റിൻ്റെ സെറ്റപ്പിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. അതായത് ഇവിടെ പ്രൈസ് ഇങ്ങനെ വരുന്നു, റൈറ്റ്. ഇങ്ങനെ എല്ലാം ട്രേഡ് ചെയ്യുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ഒരു സൈഡിലേക്ക് പോകുന്നു, പിന്നെ ഇവിടെ താഴെ വരുന്നു, പിന്നെ ഇവിടെ ലിക്വിഡേറ്റ് ചെയ്യുന്നു, പിന്നെ മുകളിലോട്ട് വരുന്നു. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു മൂവ്മെൻറ്റ് താഴേക്ക് വരുന്നു. എവരിബഡി ഈസ് അഫ്രൈഡ് അല്ലേ. ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മൾ എവിടെ വെച്ച് നമ്മളിവിടെ എല്ലാം ഓർഡർ ബ്ലോക്കോ അതും എല്ലാം കണ്ടുപിടിച്ച് എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് ഒരു സ്വിംഗ് ട്രേഡ് സെറ്റപ്പിലേക്കാണെങ്കിൽ പോലും നമ്മൾ നോക്കുമ്പോൾ എവിടെ നമ്മളിവിടെ എൻട്രിക്ക് കയറി ഇതിങ്ങനെ വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കുവാണ് ഇതെന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല അല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. സ്റ്റോക്സിൻ്റെ അക്യുമുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. ഓൾ റൈറ്റ്, സ്റ്റോക്സിൻ്റെ അക്യുമുലേഷൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ചൈൽഡാണ്, റൈറ്റ്. സെക്ടറൽ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഫാദറാണ്. ആൻഡ് നിഫ്റ്റി എന്ന് പറയുന്നത് ഇൻഡെക്സ് എന്ന് പറയുന്നത് സിന്തറ്റിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്രാൻഡ് ഫാദർ ലെവലാണ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം സ്റ്റോക്സിലാണ് കൂടുതലും ഇത് നടക്കുന്നത്. അപ്പം നമ്മളുടെ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ, ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അണ്ടർലൈങ് അസറ്റിൻ്റെ മൂവ്മെൻറ്റ് ഇമ്മീഡിയറ്റ്ലി ഇവിടെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്കിപ്പം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റോക്കിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള എൻട്രി പോയിന്റ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ പ്രൈസ് ഇങ്ങനെ വയലൻ്റ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ നൗ വാട്ട് ഈസ് ഹാപ്പനിങ്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതായത് ഈ ഒരു മൂവ്മെൻറ്റിൽ എവിടെയാണ് വേർ ആർ ദ മാസസ് ആർ ഹിയർ അല്ലേ. ഇവിടെ എല്ലാം മാസസ് ഉണ്ട്. സോ ഈ ഒരു റേഞ്ചിന് ഔട്ട് അല്ലേ. അപ്പോൾ ഇവിടെ ചിലർ ബൈ ചെയ്യുന്നു, സെല് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു, സെല് ചെയ്യുന്നു, ബൈ ചെയ്യുന്നു, സെല് ചെയ്യുന്നു. പ്രൈസ് ഒരു സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു, ഇവിടെ താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നു. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വിൽ ബി സ്റ്റിക്കിംഗ് അറൗണ്ട് ദിസ് പ്ലേസ് അല്ലേ. നമുക്ക് ഇവിടെയല്ല പ്രൈസ് ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ പ്രൈസ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെയല്ലേ നമ്മളുടെ എൻട്രി പോയിന്റ് ഇവിടെ വരും എവിടെ വേണേലും വരാം അല്ലേ. പക്ഷേ ഇവിടെ വരുമോ? ഇല്ല. ഓൾ ഓഫ് എ സഡൻ വൺ ക്വിക്ക് മൂവ്മെൻറ്റിൽ പ്രൈസ് നേരെ താഴോട്ട് പോരുവാണ് ഇവിടുന്ന്. അപ്പം എനിവേ ലാസ്റ്റിൽ സംബഡി വിൽ ബി ഹിയർ അല്ലേ. ആരെങ്കിലുമൊക്കെ ഇവിടുന്ന് ചിലപ്പം ഒത്തെങ്കിൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഷോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ കൂട്ടത്തിൽ താഴോട്ട് പോരും അല്ലേ. അപ്പം നമുക്ക് അവിടെ ചില സമയത്ത് മാർക്കറ്റ് വിൽ ബ്ലെസ് യു ലൈക്ക് എനിത്തിങ്. പക്ഷേ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റോക്സിൽ
നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ പോലും നമ്മൾ നോക്കണം വാട്ട് ഈസ് ദ ആവറേജ് മൂവ്മെൻറ്റ് ഓഫ് പ്രൈസിൻ്റെ ബിഹേവിയർ. സോ ഇവിടം വരെ വന്നപ്പോൾ എത്ര ശതമാനമായിരുന്നു? 5% അല്ലേ? ഇവിടുന്ന് ഇവിടെ വരുമ്പോൾ 5%, 2%, ഇവിടെ വീണ്ടും 2%, ഇവിടുന്ന് അടുത്ത സ്വിങ്ങിൽ എത്ര വന്നു? 3.5%, ഇവിടുന്ന് ഇവിടം വരെ എത്ര വന്നു? 5.5%. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രൈസിൻ്റെ ആവറേജ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ വെൻ ദ മാസസ് ആർ ഹിയർ അല്ലേ, വെൻ ദ മാസസ് ആർ ഹിയർ ആവറേജ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? അത് 3.5% അല്ലെങ്കിൽ 4% ആണെന്ന് വിചാരിക്കുക. റൈറ്റ്, 4.5% ആണെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ 4.5% മൂവ്മെൻ്റ് ആണ് ഇവിടം തൊട്ട് ഇവിടം വരെ നടന്നിരിക്കുന്നത്. റൈറ്റ്, മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം ഒരു 5.5% ഇവിടുത്തെ ഒരു സ്വിംഗ് സ്ട്രക്ചറിലുള്ള മൂവ്മെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. റൈറ്റ്, നൗ ഈ 4.5% പ്രൈസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ 5% കണക്ക് കൂട്ടാൻ എളുപ്പത്തിന് 5%ൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് ഇവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് എവ്രിബഡി ഈസ് ഹിയർ അല്ലേ, ഇങ്ങനത്തെ ഒരു ഏരിയ. ആ ഏരിയയിൽ നിന്നും പ്രൈസ് ഇഫ് ദ ബിഗ് ബോയ് ഈസ് സെല്ലിംഗ് ഇൻ ടു ദ സെൽ സൈഡ് ലിക്വിഡിറ്റി, ഇതല്ലേ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സെല്ലിംഗ് ഇൻ ടു ദ സെൽ സൈഡ് ലിക്വിഡിറ്റി ആൻഡ് പ്രൈസ് ഈസ് ഫോളിംഗ് മോർ ദാൻ 5%. ഇവിടെ നമ്മൾ ബൈ ചെയ്യുന്നതിനെക്കാട്ടിലും 5% ഓർ അതിന് മുകളിലോ പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യുവാണെന്ന് വിചാരിക്കുക. ആവറേജ് മൂവ്മെൻറ്റിനെക്കാട്ടിലും 1 ടൈം മോർ അല്ലെങ്കിൽ 2 ടൈം മോർ അല്ലെ 1.5 ടൈം മോർ പ്രൈസ് നേരെ താഴേക്ക് വരുവാണെന്ന് വിചാരിക്കുക. വാട്ട് വിൽ ബി യുവർ റിയാക്ഷൻ? സപ്പോസ് നമ്മൾ 100 രൂപയ്ക്ക് ഇവിടെ ഒരു ഷെയർ മേടിച്ച് വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക അല്ലേ. അപ്പം 100 രൂപയ്ക്ക് മേടിച്ച് വെച്ചിരിക്കുന്ന ഷെയർ പെട്ടെന്ന് അത് എത്രയായി? 80 രൂപ ആയെന്ന് വിചാരിക്കുക. റൈറ്റ്, 80 രൂപ അല്ലെങ്കിൽ 75 രൂപ ആയിട്ട് വന്ന് ട്രേഡ് ചെയ്തുകൊണ്ട് കുറേ നേരം ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? നമ്മളിവിടെ നോക്കുമ്പോൾ സെല്ലിങ് മാത്രമേ കാണുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഈ സെല്ലിങ് കണ്ടുകൊണ്ടിരിക്കുമ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മുടെ മൈൻഡിലുള്ള നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് സെല്ലിംഗ് ആണ്. മാർക്കറ്റിന് ഒരിക്കലും പച്ച പിടിക്കത്തില്ല. മാർക്കറ്റ് ഇതോടുകൂടി തീർന്നു എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു തോട്ടാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് അല്ലേ. ബിക്കോസ് വി ആർ ഓൾ ഹ്യൂമൻസ്. നമ്മൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? വാട്ട് യു സീ ആൻഡ് യു ബിലീവ് ദാറ്റ് അല്ലേ. പക്ഷേ ഇവിടുത്തെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഇങ്ങനെ പ്രൈസ് ഒരു റേഞ്ചിലേക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ബിഗ് ബോയ് ഓൾസോ ഹാസ് ഗോട്ട് പൊസിഷൻസ് അല്ലേ. ബിഗ് ബോയ്ക്ക് ഇവിടെ ഓൾറെഡി പൊസിഷൻ ഇവിടെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, അവർക്കത് അറിയത്തില്ലാഞ്ഞിട്ടല്ല അവർ സെൽ സൈഡിലേക്ക് ലിക്വിഡേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ദേ ആർ സെല്ലിംഗ് ഇൻ ടു ദ സെൽ സൈഡ് ലിക്വിഡിറ്റി. എന്തിനാണ് അവരങ്ങനെ സെൽ സൈഡ് ലിക്വിഡിറ്റിയിലേക്ക് വീണ്ടും സെല് ചെയ്യുന്നത്? ബിക്കോസ് ദേ വാണ്ട് ടു ലോവർ ദ പ്രൈസസ്. ഇവിടെ ആവറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൈസിനെക്കാട്ടിലും പ്രൈസ് ലോവർ ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഈ റേഞ്ചുകളിൽ മുഴുവനും നോർമലി സ്റ്റോക്സിൽ എന്താണ് സംഭവിക്കുന്നത്? റീറ്റെയിലേഴ്സ് ആരും സെല്ല് ചെയ്തിട്ട് ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. ഇഫ് യു ഹാവ് എ ഷെയർസ് യു ക്യാൻ സെൽ. നമുക്ക് ഷെയർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് സ്റ്റോക്ക് കയ്യിലില്ലാതെ യു ക്യാൻ സെൽ ഓൺ ഇൻട്രാഡേ ബേസിസ്. ആ പർട്ടിക്കുലർ ഡേയിൽ തന്നെ ക്ലോസ് ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ പർട്ടിക്കുലർ ഡേയിൽ തന്നെ ക്ലോസ് ചെയ്യുന്ന ഓർഡർ ഇടുന്നത് എന്ത് ഓർഡറാണ് നമ്മൾ ഇടുന്നത്? ഇറ്റ് ഈസ് നോട്ട് ക്യാഷ് ആൻഡ് ക്യാരി ഓർഡർ, CNC ഓർഡർ എന്ന് പറയും. ക്യാഷ് ആൻഡ് ക്യാരി ഓർഡർ നമ്മൾ പ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ അത്രയും ബാലൻസ് വേണം അല്ലേ. കൃത്യമായിട്ട് ഇത്ര രൂപയുടെ സ്റ്റോക്ക് മേടിക്കാനുള്ള ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്യാഷ് ആൻഡ് ക്യാരി ഓർഡർ ഇടാൻ പറ്റുള്ളൂ. ഈവൻ ഇൻട്രാഡേ പ്ലേസ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ആ ഫുൾ എമൗണ്ട് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പം ഇൻട്രാഡേയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊസിഷൻ എടുക്കുമ്പം നമ്മളുടെ ഓർഡർ മാർക്കിംഗ് വിൻഡോ ഈസ് ഓൾറെഡി ഡിഫൈൻഡ് ദാറ്റ് യു ആർ ടേക്കിംഗ് ദ പൊസിഷൻ ഓൺ ആൻ ഇൻട്രാഡേ ബേസിസ് അല്ലേ. അപ്പോൾ ഇൻട്രാഡേ ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ ഈസിയാണ്. റീറ്റെയിൽസിൻ്റെ ഇൻട്രാഡേ ഓർഡേഴ്സ് എല്ലാം കളക്റ്റീവ്ലി കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. റൈറ്റ്, there are mechanisms. Now ഇനി നമ്മൾ നോക്കുന്നത് ഈ ഇൻട്രാഡേ നമ്മളവിടെ പ്ലേസ് ചെയ്യപ്പെട്ടിരുന്നത് ക്യാഷ് ആൻഡ് ക്യാരി ഓർഡർ ആണെങ്കിൽ പോലും നമുക്ക് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഉണ്ട്. മേ ബി പ്രൈസ് ഒരു 1% കൂടുതൽ നമുക്ക് താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റുമല്ലോ നമുക്ക് തോന്നുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിന് പ്രൈസ് താഴെ ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും എവരിബഡി വിൽ ബി അഫ്രൈഡ് അല്ലേ. നമ്മളെല്ലാവരും മടുക്കും അല്ലേ. ഇതെന്ത് കളിയാന്ന് പറയും? നമ്മളിവിടെ ബ്രേക്ക് ഔട്ടിന് വേണ്ടി മേടിച്ച സ്റ്റോക്ക് നേരെ താഴോട്ട് വന്നതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഇവിടെ കുറച്ച് നേരം കിടന്ന് ട്രേഡ് ചെയ്യുന്നു ഇങ്ങനെ. വാട്ട് ആർ ദേ ഡൂയിങ്? ബിഗ് ബോയ് ഈസ് ക്രിയേറ്റിംഗ് ലിക്വിഡിറ്റി അല്ലേ. ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം എഗെയിൻ യു ആർ ഫെയിലിംഗ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇവിടെ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് വീണ്ടും കുറച്ചും കൂടെ 5% കൂടെ താഴോട്ട് വരും. ഈ ആവറേജ് മൂവ്മെൻറ്റ് എത്രയാണോ അത്രയും കൂടെ താഴോട്ട് വരും അല്ലേ. അപ്പം ഒരു സ്വിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു സ്വിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആവറേജ് മൂവ്മെൻറ്റിൻ്റെ അതോ തന്നെ പ്രൈസ് താഴേക്ക് വൺ സൈഡ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇറ്റ് വിൽ ഹാവ് എ ഓപ്പോസിറ്റ് റിയാക്ഷൻ. സ്വിങ് റിയാക്ഷൻ നേരെ തിരിച്ച് മുകളിലോട്ട് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റൈറ്റ്. അപ്പോൾ സ്വിങ് സ്ട്രക്ചറിൻ്റെ ഒരു ബേസിക് ഫീച്ചർ മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മളിനി നോക്കുന്നത് എന്താണ്, ഇപ്പോൾ നമ്മൾ 15 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ മാർക്കറ്റിനെ നോക്കി. റൈറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് പുറകോട്ട് പോകാം. ഓൾ റൈറ്റ്. 2023 പോകാം. ഓക്കെ. എവിടെ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയയിൽ നമുക്ക് മനസ്സിലാകണം എങ്ങനെയാണ് ഇതിൻ്റെ സ്വിങ് സ്ട്രക്ചർ വരുന്നതെന്ന് നോക്കണം. റൈറ്റ്. നൗ ഇവിടെ നോക്കൂ. സോ ഇവിടെ നമ്മൾ നോക്കുമ്പം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ നമുക്കൊരു എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി കാണാൻ പറ്റും, അല്ലേ? ഈ ഒരു ലിക്വിഡിറ്റി കാണാൻ പറ്റും. സോ നമ്മൾ ഇവിടുത്തെ ഒരു സ്വിങ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? സ്വിങ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടം വരെ പ്രൈസ് വന്നതിന് ശേഷം ഇവിടെ നേരെ തിരിച്ചു കയറി ഇവിടം വരെ വന്നു. ഒരു 7% താഴെ വന്നിട്ട് ലിക്വിഡിറ്റി എഞ്ചിനീയർ ചെയ്തതിന് ശേഷം പ്രൈസ് നേരെ താഴോട്ട് പോരുവാണ്. താഴോട്ട് പോരുമ്പോഴത്തേനും ഇനി പ്രൈസ് 7% താഴോട്ട് വരുമ്പോൾ ഇവിടെ 5% ഇവിടെ നിന്ന് 5-6 എത്രയായാലും കൂട്ടിക്കോ. നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്നതിൻ്റെ ആവറേജ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഇരട്ടി ഇങ്ങോട്ട് നമുക്ക് ഇവിടെ കിട്ടുകയാണെന്ന് 5% നമുക്ക് താഴോട്ട് വരുവാണെന്ന് വിചാരിച്ചു. ഇപ്പോൾ എത്ര വന്നു? 7% വന്നു. സോ ഇവിടുത്തെ മൂവ്മെൻറ്റ് എത്രയാണ്? 7%. സോ ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിൽ യു ബി തിങ്കിങ് ഫോർ ബൈയിങ് ഓർ സെല്ലിങ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താണ് അവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ബൈ ചെയ്യണോ സെല് ചെയ്യണോ എന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? എല്ലാം റെഡ് ക്യാൻഡിൽസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റിയിൽ നിന്നും എല്ലാ സ്റ്റോപ്പ് ലോസും ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രീം ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൻ്റെ ഇത് എന്ന് പറയുന്നത്. എക്സ്ട്രീം ഡൗൺ സൈഡ് മൂവ്മെൻറ്റ്. അപ്പം ഇവിടുത്തെ നമ്മളിങ്ങനെ നോക്കുമ്പം ഇവിടുത്തെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പ്രൈസ് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്? ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ്. ഇവിടെ പ്രൈസ് ട്രേഡ് ചെയ്താണോ ഇറങ്ങി വരുന്നത്? ഓർ ട്രേഡ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തായിട്ടാണ് മാർക്കറ്റ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്? ഓർ സിംഗിൾ ക്യാൻഡിലയിൽ അല്ലെങ്കിൽ 2-3 ക്യാൻഡിലയിൽ ഒറ്റയടിക്ക് താഴോട്ട് ഇറങ്ങി വരുവാണെന്ന് വിചാരിക്കാം. ഇതുപോലെ ഇങ്ങനത്തെ ക്യാൻഡിലേ കൂടെ നേരെ താഴോട്ട് ഇറങ്ങി വരുവാണെന്ന് വിചാരിക്കുക. സോ അതിനെല്ലാം അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് പ്രൈസ് വോളിയം എന്താ പറയുന്നത് അനലൈസിസ് നമ്മൾ ചെയ്യണം. അപ്പം പ്രൈസ് എങ്ങനെ വന്നാലാണ് സ്പീഡിൽ തിരിച്ചു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതൽ എന്ന് പറയുന്നത്? പ്രൈസ് നേരെ ഒറ്റ ക്യാൻഡിലെ പെട്ടെന്ന് ഇറങ്ങി താഴോട്ട് വരുവാണെങ്കിൽ പ്രൈസ് നേരെ വീണ്ടും തിരിച്ചു പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സിമ്പിൾ അല്ലേ? പ്രൈസ് ട്രേഡ് ചെയ്ത് ഇറങ്ങി വരുവാണെങ്കിൽ ഇവിടെ എല്ലാം ബാരിക്കേഡ്സ് ഉണ്ട്. തിരിച്ചു കയറുമ്പോൾ അവിടെ എല്ലാം മിറ്റിഗേറ്റ് ചെയ്ത് ഇവിടെ വോളിയം എങ്ങനെയാണോ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഡെവലപ്പ് ചെയ്യുന്ന വോളിയം വീണ്ടും ലിക്വിഡേറ്റ് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുമ്പോൾ ഇനി പ്രൈസ് എങ്ങനെ പോകുന്നു എന്ന് നോക്കി. കണ്ടോ? വീണ്ടും ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുവാണ്. റൈറ്റ്. ആ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന റേഞ്ച് വീണ്ടും ലിക്വിഡേറ്റ് ചെയ്യുന്നു. സോ വാട്ട് വാസ് ദ മൂവ്മെൻറ്റ്? ഇവിടെ എത്ര ശതമാനമുണ്ട്? 2%, 2.5%. റൈറ്റ്. വാട്ട് ഈസ് ദ മൂവ്മെൻറ്റ്? 3%, അപ്രോക്സിമേറ്റ്ലി 3%, ഒരു 1.25 ഇരട്ടി താഴോട്ട് പോകുന്നു. റൈറ്റ്. അങ്ങനെ താഴോട്ട് വരുമ്പം നമ്മളുടെ മനസ്സിൽ നമ്മളിവിടെ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും നമ്മുടെ മനസ്സിലെ ചിന്താഗതി എന്ന് പറയുന്നത്? തീർന്നു, മാർക്കറ്റ് ഇതോടുകൂടി തീർന്നു, അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് ആ സെക്കൻഡ് റിവേഴ്സ് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് ഓപ്പോസിറ്റ് അതിൻ്റെ ആ ഒരു പൊസിഷനിൽ തിരിച്ചെത്തി കഴിഞ്ഞു. കണ്ടോ? അതിനുശേഷം മാർക്കറ്റ് എങ്ങോട്ട് പോയി? പിന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റിക്ക് മുകളിൽ വീണ്ടും പ്രൈസ് പോയി. നൗ ലെറ്റ് us see പ്രൈസ് നേരെ വീണ്ടും താഴ്ത്ത് വന്നുകൊണ്ടിരിക്കുക. ഒരു സ്വിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാണ്. സോ will you be interested in this structure or not? That's more important. Of course you are interested, provided that എന്ത് ചെയ്യണം? നമുക്കിവിടെ കാണേണ്ട ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ. വോളിയം ഡെവലപ്പ് ചെയ്ത ഏരിയാസ് എവിടെയാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെയാണ് നമ്മളുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ കയറി എൻട്രി എടുക്കുക എന്നതാണ് ഇൻട്രസ്റ്റ് അല്ല. വെൻ പ്രൈസ് ഈസ് എക്സ്ട്രീംലി ഡിസ്കൗണ്ടിങ് വി വിൽ ബി ഇൻട്രസ്റ്റഡ്. റൈറ്റ്. പ്രൈസ് എക്സ്ട്രീംലി ഡിസ്കൗണ്ടിങ് വി വിൽ ബി ഇൻട്രസ്റ്റഡ്. അപ്പോൾ പ്രൈസ് ഇനി ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വേണ്ട. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. അതായത് എൻട്രി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ പ്രൈസ് ഈസ് എക്സ്ട്രീംലി ഡിസ്കൗണ്ടിങ് ആൻഡ് വെൻ ദർ ആർ നോബഡി. റൈറ്റ്. ഇതുപോലെ പ്രൈസ് ഇതുപോലെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആരുമില്ലാത്ത ഒരു ഏരിയയിലോട്ടാണ് പ്രൈസ് വരുന്നത്, അല്ലേ? ആരുമില്ലാത്ത ഏരിയ എന്ന് പറഞ്ഞാൽ പീപ്പിൾ ആർ നോട്ട് മാസസ് ആർ നോട്ട് ദെയർ. നമ്മൾ പ്രീവിയസ്ലി എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസില്ലേ, വേർ ആർ ദ മാസസ്? ഡീറ്റെയിൽഡ് ലെക്ചർ ഓൾറെഡി നമ്മൾ പല വീഡിയോകളിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റ് എന്നുള്ള പ്ലേലിസ്റ്റ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ
ഇവിടുത്തെ ആവറേജ് മൂവ്മെൻറ്റിനെക്കാട്ടിലും കൂടുതലാണ് ഇവിടെ ഡിസ്കൗണ്ടിങ് വരുന്നതെങ്കിൽ ഓഫ് കോഴ്സ് സ്വിംഗ് സ്ട്രക്ചറിൽ നേരെ തിരിച്ച് മാർക്കറ്റ് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റൈറ്റ് നൗ പ്രൈസ് അതിനുശേഷം നേരെ മുകളിലോട്ട് പോയി അല്ലേ, പോകട്ടെ, കുഴപ്പമില്ല, നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രോബ്ലം അല്ല. വി സി യു വെയിറ്റ് ഫോർ അനദർ സെറ്റപ്പ്. അപ്പോൾ വീണ്ടും നമുക്ക് വോളിയം ഡെവലപ്പ് ചെയ്യും. ഇവിടെ വോളിയം ഡെവലപ്പ് ചെയ്യുന്നത് മാത്രം നോക്കിയാൽ മതി, പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കുക. റൈറ്റ്, അപ്പോൾ ഇവിടെ വോളിയം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, വീണ്ടും പ്രൈസ് എന്ത് ചെയ്യും? ഇവിടെ വോളിയം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഈ സ്വിംഗ് സ്ട്രക്ചർ എത്രയാണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡബിളോ അതിൻ്റെ 1.25 ഇരട്ടിയോ താഴോട്ട് വരും. റൈറ്റ്, അങ്ങനെ താഴോട്ട് വരുമ്പം പ്രൈസ് എവിടെയാണോ ആരും ഇല്ലാത്ത ഏരിയയിൽ നമ്മൾ എവിടെ എൻട്രി എടുക്കും നോക്കാം. പ്രൈസ് ഇതുണ്ടോ, ഒറ്റ ക്യാൻഡിലേൽ നേരെ താഴെ തിരിച്ചു വന്നു, വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. വോളിയം ഇൻക്രീസ് ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു പ്രൈം ഫോക്കസ് ആണ്, തിരിച്ച് റിവേഴ്സിൽ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നോക്കുവാണ് ഇനി എന്താണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇനി വോളിയത്തിൻ്റെ ആക്ടിവിറ്റിക്കകത്തുള്ള പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. സ്ലോലി വീണ്ടും ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വോളിയം ഹ്യൂജ് സെല്ലിങ് വരുന്നു. ഈ സെല്ലിങ്ങിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം ഇവിടെ നിന്ന് പ്രൈസിങ്ങിനെ വന്നു, സെല്ലിങ് വന്നു, അതിനുശേഷം വീണ്ടും പ്രൈസിങ്ങിനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹ്യൂജ് സെല്ലിങ് വന്നു. അപ്പോൾ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഏരിയയിലേക്ക് പ്രൈസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ട്. സോ ഇവിടെ നിന്ന് പൊസിഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നവരുടെ പൊസിഷനാണ് ഈ കിടക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ മാർക്കറ്റ്. ദാറ്റ്സ് ഓൾ അബൌട്ട് മാർക്കറ്റ്. കാര്യം കഴിഞ്ഞു, മനസ്സിലായി? When everybody is exhausted and they will be selling in desperate, okay, they will be selling in desperately. അപ്പോൾ അങ്ങനെ സെല്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെസ്പെറേറ്റ് സെല്ലിങ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വിൽ ഷൂട്ട് അപ്പ്. കണ്ടോ അവിടുത്തെ ആക്ടിവിറ്റി ഉണ്ടോ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പ് ആണെങ്കിലും നമ്മൾ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചറിലാണെങ്കിൽ പോലും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് എൻട്രി ഏരിയ റെഡി ആകുന്നത് എന്ന് പറയുന്നത്, നമ്മൾ നോക്കണം ഡെസ്പെറേറ്റ് സെല്ലിങ് എവിടെയാണ് വരുന്നത്. ഇഫ് ഡെസ്പെറേറ്റ് സെല്ലിങ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയയുടെ ബോട്ടമാണ് ഇത് വന്ന് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഈ ചാർട്ടിൽ നോക്കി പ്രാക്ടീസ് ചെയ്ത് കണ്ടുപിടിക്കുക. അതാണ് ഇന്നത്തെ ലെക്ചറിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൈസിനെ മനസ്സിലാക്കുമ്പോൾ യു ആർ അണ്ടർസ്റ്റാൻഡിങ് പ്രൈസ് ആക്ഷൻ, യു ആർ അണ്ടർസ്റ്റാൻഡിങ് വോളിയം, യു ആർ അണ്ടർസ്റ്റാൻഡിങ് പ്രൈസ് റിതം, യു ആർ അണ്ടർസ്റ്റാൻഡിങ് പ്രൈസ് ഡൈനമിക്സ്. ഓക്കെ, യു ആർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു റീഡ് ദ പ്രൈസ് ആക്ഷൻ അല്ലേ. പ്രൈസ് ആക്ഷൻ എങ്ങനെ റീഡ് ചെയ്യാം, അതുപോലെ തന്നെ പ്രൈസിൻ്റെ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഐഡൻറ്റിഫൈ ഡെസ്പെറേറ്റ് സെല്ലിംഗ്. റൈറ്റ്, ഇഫ് ഡെസ്പെറേറ്റ് സെല്ലിംഗ് ഈസ് ഹാപ്പനിങ്, ബോട്ടം ലൈൻ എന്താണ്, എന്തിൻ്റെ ബോട്ടം ലൈനിലായിരിക്കണം നടന്നുകൊണ്ടിരിക്കേണ്ടത്? എഞ്ചിനീയർഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഒത്തിരിയധികം ക്വാണ്ടിറ്റി അക്യുമുലേറ്റ് ചെയ്താക്കുന്ന ഏരിയയുടെ ബോട്ടമാണ് ഈ സെല്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ യു ആർ ഗെറ്റിംഗ് ബൈങ് അറ്റ് ബോട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നിട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് സ്വിംഗ് മൂവ്മെൻറ്റിൻ്റെ ഏകദേശം ഒരു 1.75% നമ്മൾ മുകളിൽ കൊണ്ട് സെല്ലിങ് ചെയ്യുക. പ്രൈസ് അവിടെ വരും, അവിടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ക്ഷമ കാണിക്കുക. ഇതാണ് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ലെക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ. കമൻറ്റ് ചെയ്താൽ മറക്കരുത്. താങ്ക് യു ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.